ആധാരമായിട്ട് ബാഹവടി അച്ചും പുള്ളിയും തികഞ്ഞിരിക്കുന്നതായ നാണിഭം എൻ്റെ ലലാടത്തിങ്കൽ പതിച്ചിട്ടുണ്ട് അല്ലേ? ഇത് നശിച്ചു പോകുന്ന നശ്വരമാകുന്ന വഴികളല്ല, ഉയർച്ചയുടേതായ വഴികളെ ഉണ്ടാക്കാൻ പൊൻകതിര് വിളയിക്കാനുള്ള അനുഭവമാണ് അല്ലേ? നോട്ടടിച്ച് പിരിയേണ്ടതായ വഴികൾ വന്നു എങ്കിലും അച്ചും പുള്ളിയും തികഞ്ഞിരിക്കുന്നതായ നാണിഭം എൻ്റെ ലലാടത്തിങ്കൽ പതിച്ചതും പരമാർത്ഥമെന്ന് വരികിൽ എൻ്റെ കൊടക്കൽ അഹോടിമാരുടേതായ തറവാടി മുൻപേതുമായിട്ട് കൊണ്ടെടുത്ത് കൊടുപ്പാനും എടുത്ത പത്തായം നിറക്കാനുമുള്ളതായ സംഗതികളൊക്കെയും ഉണ്ടാക്കി തന്ന് ശോഭിതമാകുന്ന വഴികളിൽ കാണുവാനുള്ളവർ പരമമായിരിക്കുന്ന ഭാഗ്യത്തെ തരുവാൻ അമ്മോൻ മതിച്ചിരിക്കുന്ന മസ്താന നിലനിൽക്കാൻ ഇപ്പോഴത്തെങ്കിൽ ഞാൻ നോട്ടടിച്ച് പിരിയാൻ തക്കവണ്ണം അല്പം കൊടുക്കട്ടോ. ഇനിയോ അഖോടിമാരെ ഇത്ര വരെയായി നിങ്ങളുടേതായ അഖോടിമാരെ ശ്രദ്ധയുണ്ടല്ലോ, ഇരിക്കട്ടെ. തീരും തറയുന്നിരിക്കുന്നതായ നൽമുഹൂർത്തം അല്ലേ? നിങ്ങളെ ഞാൻ സ്വല്പമായി മറഞ്ഞു നിൽക്കട്ടോ, അതിൻ്റെ മുഹൂർത്തമാണല്ലോ വന്നണഞ്ഞത്. അഖോടിമാരെ പ്രയാസങ്ങൾ അനേകമുണ്ടാകും. നിങ്ങൾക്ക് അമ്മയെ ഇനി ഒരു സംവത്സരം കഴിയണം ഇങ്ങനെ ഒരു ദർശന സ്വരൂപിണിയായി കാണാൻ അല്ലേ? എന്നാലും ഇത്ര വരെയായി എൻ്റെ പക്കലിൽ നിന്ന് നിങ്ങളുടെ പക്കലിൽ നിന്ന് ഞാൻ പാറിക്കളിച്ചു. സ്വല്പമായി പിരിയുന്നതായ ഈ മുഹൂർത്തത്തിനകത്ത് ചെറുതായിരിക്കുന്ന വിഷമതകളുണ്ടല്ലോ അല്ലേ? ഇരിക്കട്ടെ, എല്ലാം നല്ലതിനായി വരട്ടെ, ശോഭിതമാകുന്ന വഴികളാകട്ടെ പ്രധാനം എന്ന് കരുതി വെക്കാം ആ മുഹൂർത്തം അല്ലേ? കുടക്കല കൂടി അങ്ങനെ കരുതി വെച്ചാൽ പോരെ. ഇപ്പോഴത്തെങ്കിൽ ഗുഹാവാസിയാണല്ലോ മാതാവ്. ഉദയമാനം ശ്രീകൈലാസം അസ്തമാനം ഊടുപാതാളം കാണാൻ തക്കവണ്ണം ആത്മ കൊടുക്കട്ടോ എല്ലാവർക്കും. അവിടെയും നിങ്ങൾക്ക് എല്ലാവർക്കും ആധാരമായിട്ട് ബാഹവടി അച്ചും പുള്ളിയും തികഞ്ഞിരിക്കുന്നതായ നാണിഭം എൻ്റെ ലലാടത്തിങ്കൽ പതിച്ചിട്ടുണ്ട് അല്ലേ? ഇത് നശിച്ചു പോകുന്ന നശ്വരമാകുന്ന വഴികളല്ല, ഉയർച്ചയുടേതായ വഴികളെ ഉണ്ടാക്കാൻ പൊൻകതിര് വിളയിക്കാനുള്ള അനുഭവമാണ് അല്ലേ? നോട്ടടി